ഇനി മറ്റൊരു കാര്യം, തിരുവനന്തപുരം വിതുരയിൽ ഷോക്കേറ്റ കുരങ്ങുകൾക്ക് CPR നൽകി രക്ഷപ്പെടുത്തിയ വനം സംരക്ഷണ സമിതി അംഗങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്ന് രാവിലെ ഒരു 9 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം. പൊന്മുടി കല്ലാർ ഗോൾഡൻ വാലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് മുൻവശം വൈദ്യുതി കമ്പിയിൽ നിന്നാണ് 2 കുരങ്ങുകൾക്ക് ഷോക്ക് ഏൽക്കുന്നത്. പൊന്മുടി വനസംരക്ഷണ സമിതി അംഗങ്ങളായ ഉദയ, സജിത്ര എന്നിവരാണ് CPR നൽകി ജീവൻ രക്ഷിച്ചത്. എവിടെയാണ് ബുക്കതാ നല്ല ഇടിച്ചേട്ടോ ഒരാള് വെള്ളം ഇപ്പൊ കൊടുത്തുവിടാ പറഞ്ഞൂടാ അപ്പോടോ മറന്നു എങ്ങനെയുണ്ട്? അതാണ് ഇത് പിടിക്കല്ലെന്ന് പറഞ്ഞാ ഞാൻ വിചാരിച്ചേ ഒരാ കേട്ടോ പൊന്നെ ഞാൻ മൂക്കിലൂടെ വെച്ചോളൂ. മൂക്കിലല്ല അതാണ്ട് ചോര വായിലൂടെ വാ മുറിഞ്ഞു അത് വീണതാ റോഡില്. ഇപ്പൊ ആവൂല കേട്ടാ സീനമേ ഇത് തള്ള കൊണ്ടുപോകും. ഇന്ന് എടുത്തോളൂ, ഇന്ന് തള്ള എടുത്തോളൂ. എടുത്തോ. ഓക്കെ ഇന്ന് രാവിലെ ഞങ്ങളൊരു 9 മണിയോടുകൂടി ഡ്യൂട്ടിക്ക് എത്തുന്ന സമയത്ത് ഇങ്ങനെ കറണ്ടിൻ്റെ ഒരു ശബ്ദം കേൾക്കുകയും പെട്ടെന്ന് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ 2 കുട്ടിക്കുരങ്ങുകളാണ് ഷോക്കേറ്റ് നിലത്തേക്ക് വീണത്. അതിൽ ഒരെണ്ണം രക്ഷപ്പെട്ടു പോയി, പക്ഷേ ഇതിന് ചെറിയ ജീവനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജീവനല്ലേ എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾ അതിനെ രക്ഷപ്പെടുത്തി അമ്മക്കുരങ്ങനോടൊപ്പം വിട്ടിട്ടുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷം. ഒന്നിനെ നമ്മൾ എടുത്ത് CPR ഒക്കെ കൊടുത്ത് പിന്നെ മരുന്നൊക്കെ വെച്ച് രക്ഷപ്പെടുത്തി. ഒരു ജീവനല്ലേ, അതിനെ രക്ഷപ്പെടുത്തി വിടാൻ നോക്കി. അതിൽ രക്ഷപ്പെടുകയും ചെയ്തു. അതിൻ്റെ അമ്മ കുരങ്ങൻ വന്ന് അത് കൊണ്ടുപോവുകയും അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ജിബിൻ JB ആണ് നമ്മുടെ കൂടെയുള്ളത്. ജിബിനെ, ഈ സന്തോഷവും ആശ്വാസവും ഒക്കെ നൽകുന്ന സന്ദർഭമൊക്കെ പറയുന്നത് ഇതായിരിക്കും അല്ലേ? ശരിക്കും ആ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മളും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഒരുപക്ഷെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുക എന്ന് പറയുന്ന പോലെ അത്രത്തോളം ആകാംക്ഷയോടുകൂടി നോക്കുകയാണ് എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുക എന്നുള്ളത്. ആ ചേച്ചിമാരൊക്കെ അയ്യോ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷം, വലിയൊരു ആശ്വാസം. ഏറ്റവും ഒടുവിൽ ആ അമ്മക്കുരങ്ങ് വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് കൃത്യമായിട്ട് അവർ ഇടപെട്ടല്ലോ. അതുകൊണ്ടല്ലേ ആ ജീവനുകൾ രക്ഷപ്പെട്ടത്. സജിത്ര, ഉദയ എന്ന് പറയുന്ന 2 വനസംരക്ഷണ സമിതി അംഗങ്ങളാണ് ഈ കുരങ്ങന്മാർക്ക് 2 കുരങ്ങന്മാർക്കും ഇന്ന് പുതുജീവൻ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് പൊന്മുടിയിലേക്ക് പോകുമ്പോൾ കല്ലാറ് കഴിഞ്ഞ ഗോൾഡൻ വാലി ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ നമ്മളിവിടെ പാസ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ കയറുന്ന സമയത്ത് പൊന്മുടിയുടെ ആ ഹൈ റേഞ്ചിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാം ആ ചെക്ക് പോസ്റ്റിൻ്റെ സമീപത്ത് എപ്പോഴും കുറച്ച് കുരങ്ങന്മാർ നിൽക്കുന്നത്. അതിൽ 2 കുരങ്ങന്മാരാണ് ഇന്ന് ഈ KCBയുടെ പോസ്റ്റിൽ നിന്ന് ഷോക്ക് അടിച്ച താഴേക്ക് വീണത്. രാവിലെ 9 മണിയോട് കൂടിയായിരുന്നു ആ സംഭവം. പക്ഷേ 2 പേർ താഴേക്ക് വീണെങ്കിൽ അതിൽ ഒരു കുരങ്ങന് നെറ്റിയിലും പരിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ 2 വന സംരക്ഷണ സമിതി അംഗങ്ങൾ സജിത്രയും ഉദയും അവർ ആ സമയത്ത് തന്നെ അവിടേക്ക് എത്തി കുരങ്ങന്മാരെ കയ്യിലെടുക്കുന്ന സമയത്ത് 2നും ജീവനുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. തുടർന്ന് ഇവർ അതിന് CPR നൽകി, പ്രാഥമിക ചികിത്സ നൽകിയാണ് ഈ 2 കുരങ്ങന്മാർക്കും ജീവൻ തിരികെ കിട്ടിയത്. ആദ്യം ഇത് ജീവൻ കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം അവർക്കും ഉണ്ടായിരുന്നു. അവരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവും. പക്ഷേ അവരത് കൈവിടാൻ തയ്യാറായില്ല. കുരങ്ങനെ അവിടെ ഉപേക്ഷിച്ച് പോകാനും തയ്യാറായില്ല. കുരങ്ങന്മാരെ കയ്യിലെടുത്ത് അതിനെ നെഞ്ചിൽ തട്ടി CPR നൽകി പിന്നീട് അത് നടന്നു പോകുന്ന തരത്തിലാക്കിയ ശേഷമാണ് ഈ വനസംരക്ഷണ സമിതി അംഗങ്ങൾ അവിടെ നിന്ന് പോവുകയും ചെയ്തത്. നമുക്കറിയാം, പൊന്മുടിയിൽ എത്തിക്കഴിഞ്ഞാൽ പൊന്മുടി ഇത്രയും മനോഹരമായി സൂക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ വനസംരക്ഷണ സമിതി അംഗങ്ങളാണ്. അവിടെ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയാൻ അനുവദിക്കാതെ, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ വെട്ടിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാൽ അത് മാറ്റുകയും അങ്ങനെ ആ പൊന്മുടിയെ ഇന്ന് കാണുന്ന രീതിയിൽ മനോഹരമാക്കി സൂക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് ഈ വനസംരക്ഷണ സമിതി അംഗങ്ങൾ. അവരുടെ ഇടപെടൽ വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. അതൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഉദയ
ശ്രേയ, സജിത്ര എന്നീ രണ്ടുപേർ. ആ ചേച്ചിമാര് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ പലരും കാണുമ്പോൾ വിചാരിക്കും ഇതിനു മുൻപ് ഇങ്ങനെ കണ്ടിട്ടുള്ളതല്ലേ, വനസംരക്ഷണ സമിതി അംഗങ്ങളല്ലേ, അവർ ചെയ്യുന്ന ജോലിയുടെ ഒരു ഭാഗമായിട്ടൊക്കെ ഇത് മാറുമല്ലേ എന്ന്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിലും ഈ ഒരു നല്ല കാഴ്ച മുന്നിലേക്ക് വന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ആ ഒരു വീഡിയോ കാണുമ്പോൾ ഉറപ്പായിട്ടും വലിയൊരു ആശ്വാസം നമ്മളെ വന്ന് പൊതിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ജിബിനാണ് നമ്മളെടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത്.